ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നാടൻ രീതിയിലുള്ള മാങ്ങ അച്ചാറാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മാങ്ങ അച്ചാർ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി നല്ല പുളിയുള്ള മാങ്ങ 6 എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും വേണ്ട, ഇപ്പോൾ ഒരു 6 മാങ്ങാൻ്റെ അച്ചാറാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. മാങ്ങ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാർന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചെടുക്കണം. നല്ല പോലെ തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ മാങ്ങ അച്ചാറിടാൻ പാടുള്ളൂ, അല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ അച്ചാർ കേടാവും. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ പൊതുവേ ഞാൻ കുറച്ച് വലിയ സൈസിലാണ് കട്ട് ചെയ്യൽ. ഇനി നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് മതിയെങ്കിൽ ആ രീതിയിലും കട്ട് ചെയ്തെടുക്കാം. പിന്നെ അച്ചാറിടുന്ന സമയത്തുണ്ടല്ലോ, മാങ്ങ നല്ല ഫ്രഷ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. മാങ്ങ സോഫ്റ്റായി കഴിഞ്ഞാലും വാടിക്കഴിഞ്ഞാലും അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം വലിപ്പത്തിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 6 മാങ്ങക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഉപ്പിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് അളവുകളെല്ലാം ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് മാങ്ങ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കടുകും ഉലുവയും വറുത്തെടുക്കണം. 3 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവ, 10 ഗ്രാം കായം, ഇത്രയും മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ കൂടിപ്പോയാൽ കടുക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെയാകുമ്പോൾ ഒരു കഴിക്കുന്ന ടേസ്റ്റ് വരും. കടുകെല്ലാം നല്ല പോലെ പൊട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വീണ്ടും തണുക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ല എങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ കായമെല്ലാം നല്ല പോലെ വലുതായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആകണം. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, ആ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മളിത് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പൊടിച്ചെടുക്കുന്ന സമയം തന്നെ ഭയങ്കര സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ്. നമ്മുടെ വീട് മുഴുവനും അച്ചാറിൻ്റെ ഒരു മണം ഇതാ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ അത് ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണയാണ് കുറച്ചും കൂടി ബെറ്റർ. ഇനി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ തീരെ ഉപയോഗിക്കാൻ പാടില്ല, അച്ചാർ പെട്ടെന്ന് കേടാവും. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇവിടെ 50 ഗ്രാം വെളുത്തുള്ളിയും 50 ഗ്രാം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായി അരിഞ്ഞ് മൂപ്പിച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് എടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് പച്ചമുളകൊന്നും ചേർക്കാണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതന്നെ ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് ചെറിയ തീയിൽ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല മൂത്ത മണം വരണം. ഇങ്ങനെ മൂത്തൊരു മണം വന്നാലുണ്ടല്ലോ അച്ചാർ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി ഫ്ലെയിം ഓഫാക്കണം. ഓഫാക്കിയതിന് ശേഷം അതേ ചൂടിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് പൊടി ഉണ്ടല്ലോ, അതിൽ നിന്നും 1/4 കപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് മുളക് പൊടി, അതിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ എരിവുള്ള പൊടിയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടി ചേർത്തിട്ട് ഇതേ ചൂടിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തത്. ഇനി മുളക് പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ അതും ചേർത്ത് നല്ല പോലെ മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വിനേഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. വിനേഗർ ചേർത്താൽ കൂടുതൽ നാൾ കേടാവാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അല്ല എങ്കിലും അത്രയൊന്നും പെട്ടെന്ന് ഇത് കേടാവില്ല. പിന്നെ മാങ്ങക്ക് പുളിയെല്ലാം കുറവാണെങ്കിൽ വിനേഗർ ചേർത്താൽ കുറച്ച് ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു ബോട്ടിലിട്ട് സൂക്ഷിക്കാം. ഇവിടെ ഇൻസ്റ്റൻറ്റ് അച്ചാർ റെഡി. അച്ചാറിടുന്നതിന് മുമ്പായിട്ട് ബോട്ടിൽ നല്ലപോലെ തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട്, അതായത് ചൂട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ എല്ലാം ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അച്ചാറെല്ലാം ബോട്ടിലേക്ക് നിറച്ച് വെച്ചു. ഇപ്പോൾ നല്ലോണം മാങ്ങ കിട്ടുന്ന സമയമാണ്. മഴക്കാലങ്ങളിൽ കറികളെല്ലാം വളരെ കുറവായിരിക്കും. മീനൊന്നും കിട്ടാൻ വലിയ പ്രയാസമാണ്.
അപ്പോൾ ഈ ഒരു സമയത്ത് മാങ്ങാച്ചാർ ഇട്ട് വെച്ചാലുണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ അളവുകൾ തന്നെ എടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.